നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലാ കൈതത്തോട്ടത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ്. അസ്ഥികൂടം കോട്ടയം മെഡിക്കൽ കോളേജിൽ പരിശോധിച്ച ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനത്തിൽ ദുരൂഹതകളിൽ നിന്നും പോലീസ് പറഞ്ഞു. അസ്ഥികൂടം മീനച്ചിൽ പടിഞ്ഞേറെ മുക്കിൽ മാത്യു തോമസിന്റേത് തന്നെയാണെന്ന് ഉറപ്പുവരുത്താനായി DNA പരിശോധന നടത്തും. മക്കളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. പരിശോധനയ്ക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത അസ്ഥികൂട അവശിഷ്ടങ്ങൾ അരണാപുരം മരിയൻ മെഡിക്കൽ സെന്ററിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിദേശത്തുള്ള മക്കൾ എത്തിയ ശേഷം സംസ്കാരം നടത്തും. മേവട മൂലേത്തുണ്ടി റോഡിന് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കൈതത്തോട്ടത്തിൽ നിന്ന് 3 വൈകിട്ട് 6ഓടെയാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. പുല്ലരിയാനായി എത്തിയ ബന്ധുവാണ് അസ്ഥികൂടം കണ്ടത്. പോലീസും ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ഇന്നലെ പരിശോധന നടത്തി. പോലീസ് നായയെയും കൊണ്ടുവന്നിരുന്നു. എന്നാൽ നായയെ പുറത്തിറക്കിയില്ല. ഡിസംബർ 21-നാണ് മാത്യു തോമസിനെ കാണാതാവുന്നത്. ഇയാളുടെ വീടിന് 1/2 കിലോമീറ്റർ അകലെയാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. കൈതകൾക്കിടയിൽ കണ്ടെത്തിയ അസ്ഥികൂടത്തിനൊപ്പം കാണാതായ മാത്യുവിന്റെ വസ്ത്രാവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു. മാത്യു ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണിതെന്ന് മക്കൾ തിരിച്ചറിഞ്ഞു. 4 ഏക്കറിലേറെ വരുന്ന കൈതത്തോട്ടത്തിൽ റോഡിൽ നിന്ന് 100 മീറ്റർ ഉള്ളിലാണ് അസ്ഥികൂടം കിടന്നിരുന്നത്. ബംഗാളികൾ ഇവിടെ പണിക്കെത്തിയിരുന്നു. ഇവർ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെങ്കിലും ആരെയും അറിയിച്ചിരുന്നില്ല. 8 ബംഗാളികളെയും കൈതകൃഷി ഏറ്റെടുത്ത് നടത്തുന്ന വാഴക്കുളം സ്വദേശിയും സൂപ്പർവൈസറെയും പോലീസ് ചോദ്യം ചെയ്തു. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ച് മക്കൾ ഹൈക്കോടതിയിൽ കേസ് നൽകിയതിനെ തുടർന്ന് പ്രദേശമൊട്ടാകെ പോലീസ് ഏതാനും ആഴ്ച മുൻപ് പരിശോധന നടത്തിയിരുന്നു. ഇതുവഴി മാത്യു തോമസ് വരുമെന്ന പ്രതീക്ഷയില്ലാത്തതിനാൽ ഇവിടെ പരിശോധിച്ചിരുന്നില്ല. മാത്യുവിന്റെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെയുള്ള റോഡിൽ നിന്ന് 100 മീറ്റർ ഉള്ളിലാണ് അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. പുല്ല് ചെത്താനെത്തിയ ബന്ധുവാണ് അസ്ഥികൂടം കണ്ടത്. അസ്ഥികൂടത്തിനൊപ്പം കണ്ടെത്തിയ ബനിയന്റെയും മുണ്ടിന്റെയും അവശിഷ്ടങ്ങൾ മാത്യുവിന്റേതാണെന്ന് മക്കളായ സെലിൻ, ബീന, ജെസി എന്നിവർ തിരിച്ചറിഞ്ഞത് പോലീസ് പറയുന്നു. ചൊവ്വാഴ്ച രാവിലെ ഫോറൻസിക് പരിശോധന നടത്തി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം അസ്ഥികൂടം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അസ്ഥികൂടത്തിന്റെ പരിശോധന അല്പം മുമ്പായിരുന്നു കഴിഞ്ഞതും. ജില്ലാ പോലീസ് മേധാവി എ ഷാഹുദുൽ ഹമീദ്, പാലാ ഡിവൈഎസ്പി കെ സദൻ, SHO ജോബിൻ, SIV എൽ ബിനു എന്നിവരും നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. നടക്കാൻ പോയ മാത്യുവിനെ കഴിഞ്ഞ ഡിസംബർ 21 മുതലാണ് കാണാതാവുന്നത്. ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പിന്നീട് ആളെ കണ്ടെത്തിയത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. പിന്നീട് ഇത് ശരിയല്ലെന്ന് ബന്ധുക്കളിൽ ചിലർ പോലീസിനെ അറിയിച്ചു. അന്വേഷണം എങ്ങും എത്താതായതോടെ ബന്ധുക്കൾ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി. റിപ്പോർട്ട് നൽകാനുള്ള കോടതി നിർദ്ദേശത്തെ തുടർന്ന് കടാവർ നായ്ക്കളെ ഉൾപ്പെടെ എത്തിച്ച് പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. അന്ന് തെരച്ചിൽ സംഘം എത്താത്ത ഭാഗത്താണ് ഇപ്പോൾ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. DNA പരിശോധനയോടെ മാത്രമേ അസ്ഥികൂടം ആരുടേതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുള്ളൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.